ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഇത് കണ്ടില്ലേ ഞാൻ നിൽക്കുന്ന എവിടാതെ ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടെ. ഇതെന്റെ വീടിന് അടുത്തുള്ള എൻ്റെ ഒരു സ്ഥലമാണ്. ഒരു 5 മിനിറ്റ്സ് നടത്താൽ മതി. കണ്ടില്ലേ, ഇതാണ് കേട്ടോ സ്ലൊവേനിയയുടെ ഭയങ്കര ഭംഗി എന്ന് പറയുന്നത്. ഇഭ അങ്ങോട്ട് എനിക്ക് കറക്റ്റ് വരൂല, പക്ഷെ ഇതൊക്കെ കണ്ടില്ലേ, നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര നേച്ചറിലായിട്ട് ഇങ്ങനെ ഭയങ്കര കണക്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ സ്ലൊവേനിയ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥലത്ത് പോയിരുന്ന് പഠിക്കുന്നതും ഇങ്ങനെ കഥകളൊക്കെ വായിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇപ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ വന്നിട്ട് 3 വർഷമായി കേട്ടോ. അപ്പം എൻ്റെ 3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇപ്പം തന്നെ ഞാൻ കുറച്ച് വളവളാ പറഞ്ഞ സമയം കളഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഷോർട്ട് ലൈഫ് ബൈ ആദൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ്, ഞാൻ 2023 സെപ്റ്റംബർ 17 കേട്ടോ സ്ലൊവേനിയയിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. അന്ന് വന്നപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതിപ്പോൾ അറിയാലോ, ഞാൻ എങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് എങ്ങും പോയിട്ടൊന്നുമില്ല. അപ്പം ആദ്യമായിട്ട് ഒറ്റയ്ക്കൊരു സ്ഥലത്ത് വരുമ്പം അതിപ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു കേട്ടോ, ഞാൻ എൻ്റെ ചേച്ചിയായിട്ടാണ് വന്നത്. പക്ഷേ ഇങ്ങനെ നാട് വിട്ട് ഒരു സ്ഥലത്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പം മലയാളീസൊക്കെ വളരെ കുറവായിരുന്നു. ഞങ്ങളൊരു 10 പേരൊക്കെ എൻ്റെ ഒരു ഇതിൽ ഞാൻ നിൽക്കുന്ന ആ ഒരു ലൊക്കേഷനിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എനിക്ക് വർക്കിൻ്റെ കാര്യമാണെങ്കിലും ഞാൻ വന്നതിന് 3-ാമത്തെ ദിവസം ഞാൻ വർക്കിന് കയറിയതാട്ടോ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഒരു ഹോസ്റ്റലായിരുന്നു ഫസ്റ്റ്. അപ്പം ഞാൻ നിൽക്കുന്ന ഹോസ്റ്റലിൽ ഒരു ചേച്ചി പറഞ്ഞു, ആ ചേച്ചി വർക്ക് ചെയ്യുന്നിടത്ത് വേക്കൻസി ഉണ്ട്, ഒന്ന് പോയി അന്വേഷിച്ച് നോക്കണം. അങ്ങനെ പോയിട്ട് അതൊരു കേക്ക് ഷോപ്പായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് ആ കേക്ക് ഷോപ്പിലായിരുന്നു. ഫസ്റ്റൊക്കെ എന്താണ്, ആ ഒരു ജോലി കിട്ടിയതല്ലേ, വന്നപ്പോൾ തന്നെ കിട്ടി, ഒരുപാട് അലയേണ്ടി വന്നില്ല എന്നൊക്കെ കരുതി ഞാൻ പോയി. എൻ്റെ പൊന്നേ, എന്താ പറയണ്ടേ, ചെന്നപ്പോൾ തന്നെ എനിക്ക് ഇറങ്ങി ഓടിയാലോ എന്നൊക്കെ ഉള്ളൊരു ഫീലായിരുന്നു കേട്ടോ. ഞാൻ ഈ നിൽക്കുന്നിടത്തിന് എൻ്റെ ചുറ്റിനും കുറേ പാത്രങ്ങൾ. അത് വേറെ ഒരു കൊച്ചു കേക്ക് ഷോപ്പൊന്നും അല്ല കേട്ടോ, ഒരു വലിയ കേക്ക് ഷോപ്പ്. അതായത് അവർക്കൊരു 2-3-4 ബ്രാഞ്ചൊക്കെ ഉണ്ട്. അവിടുന്ന് കേക്ക്സ് ഒക്കെ പോകുന്നുണ്ട്, അവിടെ തന്നെയാണ് കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ കഴുകണ എന്താണ്, എന്നേക്കാൾ വലിയ പാത്രങ്ങളൊക്കെയാണ് ഞാൻ കഴുകുന്നത്. അപ്പം അവിടെ പുള്ളിയുണ്ട്, ആ പുള്ളി എന്നെ കണ്ടിട്ട് പറയാണ്, ആദു, നിനക്ക് കയറി അതിനകത്തിരുന്ന് ഷവർ ചെയ്യാമല്ലോ എന്ന്. അതായത് എനിക്ക് അതിനകത്ത് കയറി ഇരുന്ന് ഷവർ ചെയ്യാൻ പറ്റുന്ന ഒരു പാത്രമായിരുന്നു അത്. വലിയ എന്താ പറയുക, എനിക്കത് അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ ആ പുള്ളി പറഞ്ഞ വളരെ കറക്റ്റാണ്, എനിക്ക് അതിനകത്ത് കയറി ഇരുന്ന് കുളിക്കാം. അത്രയും വലിയ പാത്രങ്ങളൊക്കെ ആട്ടോ ഞാൻ വന്നപ്പോൾ കഴുകിക്കൊണ്ടിരുന്നത്. അന്ന് വന്നതിൻ്റെ ഒരു ഇതിൽ അന്ന് എനിക്കങ്ങനെ കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, വീഡിയോ എടുക്കണം, അങ്ങനത്തെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നും അങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിരുന്നില്ല. കാരണം എങ്ങനെയും പണി കഴിഞ്ഞ് വീട്ടിൽ പോകണം. അന്ന് എന്താണ്, ശരിയാണ്, നമുക്ക് അവേഴ്സ് എടുത്തിട്ടാണ് പേയ്മെന്റ് കിട്ടണം. അപ്പം എനിക്കങ്ങനെ ഒത്തിരി അവേഴ്സ് ഒന്നും വേണ്ട, എങ്ങനെയും തീർത്തിട്ടൊന്ന് വീട്ടിൽ പോയാൽ മതി, അങ്ങനെയുള്ളൊരു തോട്ടായിരുന്നു അന്ന് എനിക്കുണ്ടായിരുന്നത്. പിന്നെ അതപ്പോൾ എനിക്ക് എന്താണ്, ഒരു റെഫറൽ വഴി കിട്ടിയതാണ് ആ ജോലി. അവിടെ ഞാനൊരു 1 വർഷത്തോളം ജോലി എടുത്തു. അങ്ങനെ അവിടെ കുറേ മലയാളീസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു 3-4 മലയാളീസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് എന്താണ് ആ ഒരു യൂസ്ഡായി. അങ്ങനെ ഞങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ, എനിക്കവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ, അതായത് നമ്മുടെ ആൾക്കാരൊക്കെ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് ഇഷ്ടമായിപ്പോയി. പിന്നെ പറഞ്ഞല്ലോ, തുടക്കത്തിൽ അങ്ങനെ മലയാളീസ് ഒന്നും ഇല്ല. ഞങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഫസ്റ്റ് ഇരുന്നത് മാരിബോറാണ്. അപ്പം നമ്മളാകെ കുറച്ച് പേരെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഒരാളെ ഒരു ഇന്ത്യൻസിനെ കണ്ടാൽ തന്നെ, ഇന്ത്യനാണോ, എവിടുന്നാ, അങ്ങനെയൊക്കെ പോയി ചോദിക്കുമായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരവസ്ഥ, നമ്മൾ വെളിലോട്ടിറങ്ങിയ ഒരു 10 ഇന്ത്യൻസ് അല്ല, മലയാളീസ്, അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, മലയാളീസിനെ കാണാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എവിടെ തിരിഞ്ഞാലും ഇപ്പം മലയാളീസാ. അയ്യോ, അങ്ങനെ. എന്നിട്ട് ഞാൻ അവിടെ കുറേ നാൾ വർക്ക് ചെയ്തേ. പിന്നെ ഞാൻ സ്റ്റുഡൻസ് കീ വഴി അപ്ലൈ ചെയ്ത് ഒരു കഫേയിൽ കയറി. അപ്പം നമ്മൾ ലാംഗ്വേജ് ഒക്കെ കുറച്ച് പഠിച്ചു കേട്ടോ, അങ്ങനെ വേണമെങ്കിൽ പറയാം. നമ്മൾ കുറച്ച് ലാംഗ്വേജ് ഒക്കെ പഠിച്ചായിരുന്നു. അപ്പം അത്യാവശ്യം എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും, അവരെന്താ ഉദ്ദേശിക്കണേന്നൊക്കെ മനസ്സിലാവും. അങ്ങനെ നമ്മൾ വർക്കിനൊക്കെ കയറി. പിന്നെ ഒരു കഫേയിൽ കയറി. ആ കഫേ എന്ന് പറയുന്നത് വളരെ കുഞ്ഞൊരു കഫേയാണേ. അപ്പം വെയിലായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ അണയ്ക്കണേ. കോഴി വന്നതിന് ശേഷം എനിക്ക് ഇങ്ങനെയാണ് ഗൈസ്, കുറച്ച് കിടക്കുമ്പോൾ തന്നെ ഞാൻ അണയ്ക്കും. അപ്പം ഞാൻ തീരുമാനം എടുത്തിട്ടുണ്ട് കേട്ടോ, ഞാൻ ഈ ആഴ്ച
ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പോവാടേ. അങ്ങനെ ഒരു വർഷമായി ഞാൻ പ്ലാൻ ചെയ്യുന്ന ആ ഒരു കാര്യം ഈ മാസമെങ്കിലും നടത്തിയെടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതായത് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം. കണ്ടില്ലേ ഞാനിവിടെ ഇരിക്കണേ. വെയില്, നമുക്കിടുത്ത് വെയിൽ അങ്ങോട്ട് പറ്റൂല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് രണ്ടാമത് ഒരു കഫേയിൽ കയറി. അതാണ് കുഞ്ഞു കഫേ. അവിടുത്തെ ഓണർ, പിന്നെ 2 പേര്, പിന്നെ ഞാൻ, അത്രേ ഉള്ളൂ. അപ്പം ആദ്യമൊക്കെ എന്നെ കോഫി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു തന്നു. ഇവിടുത്തെ ഒരു കോഫി മെഷീനൊക്കെ ഉണ്ടല്ലോ, അതിനകത്ത് എങ്ങനെ യൂസ് ചെയ്യുന്നത്, പിന്നെ ഡ്രിങ്ക്സ് ഒക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത്, അതൊക്കെയായിരുന്നു ഫസ്റ്റ് ടൈം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ഓർഡേഴ്സ് എടുക്കാൻ തുടങ്ങി, കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇവൻ എനിക്ക് സ്ലോവീൻ അറിയില്ല എന്ന് പറഞ്ഞുള്ള എല്ലാവർക്കും അറിയാം. അപ്പം എന്നെ അവർ ഹെൽപ്പ് ചെയ്യൂട്ടെ, ആംഗ്യമൊക്കെ കാണിച്ച് ഞാനങ്ങനെ ഓർഡറൊക്കെ എടുക്കാൻ തുടങ്ങി. അങ്ങനെ ആ ഷോപ്പ് ഞാൻ ഒറ്റയ്ക്ക് റൺ ചെയ്യാൻ തുടങ്ങി. അതായത് ഒരു ഷിഫ്റ്റിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല, അതൊരു കുഞ്ഞു ഷോപ്പ്, അപ്പോൾ ഒത്തിരി ക്രൗഡഡ് ഒന്നും അല്ല. ഞാൻ ഓർഡർ എടുക്കും, ഞാൻ കോഫി ഉണ്ടാക്കും, ഞാൻ തന്നെ സെർവ് ചെയ്യും, ഞാൻ തന്നെ പൈസ വാങ്ങും, അങ്ങനെ. അപ്പോൾ എനിക്ക് കുറേ ടിപ്സൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം എനിക്ക് അങ്ങനെ വലിയൊരു 10 യൂറോസൊക്കെ ടിപ്സ് തന്നെ കിട്ടും. അപ്പോൾ അന്നൊക്കെ ഞാൻ ഭയങ്കര ഹാപ്പിയായിരുന്നു. പക്ഷേ അവിടെ ഒരു സെർബിയൻ ഉണ്ടായിരുന്നു കേട്ടോ. ആ പുള്ളി കുറച്ച് ഏജ്ഡാണ്. ആ പുള്ളി എന്നോടൊരു വല്ലാത്ത രീതിയിൽ മിസ്ബിഹേവ് ചെയ്ത് അങ്ങനെ ഒരു ഇതായപ്പോൾ ഞാൻ പിന്നെ അവിടെ വിട്ടു. ശരിയായി പോകുന്നില്ല. പിന്നെ 10 മണിയൊക്കെ ആകുമ്പം ഇവിടുത്തെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വരും. ഇവിടുത്തെ പിള്ളേരെയൊന്നും അങ്ങനെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വലിയവരെയും പേടിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾക്ക് ഇത്രേ ഏജേ ഉള്ളൂ അങ്ങനെ അവർ നോക്കൂല. നമ്മളോട് ഒരു വല്ലാത്ത രീതിയിലൊക്കെ സംസാരിക്കും. നമ്മളിപ്പം നമ്മുടെ രാജ്യത്തു നിന്ന് വന്നേക്കുന്ന ആ ഒരു കൾച്ചറിൽ നിന്ന് വന്നിട്ട് ഇവരിങ്ങനെ നമ്മളെ ഡയറക്റ്റ് വന്ന് അപ്രോച്ച് ചെയ്യുമ്പം നമുക്കതൊക്കെ ഒരു പേടിയാണ് ആദ്യം. അപ്പം അങ്ങനെ ഞാൻ ആ ജോലി ഉപേക്ഷിച്ച് പിന്നെ ഞാൻ എൻ്റെ ഹോസ്റ്റലിനടുത്ത് തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കേട്ടോ. അവിടെ എനിക്ക് ഡിഷ് വാഷിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതും എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ കയറിയതാണ്. അങ്ങനെ നമ്മൾ ഡിഷ് വാഷിങ്ങിന് പോയപ്പം അവിടെ ഇതേപോലെ ഈ സ്ലൊവേനിയ എന്ന് പറഞ്ഞ രാജ്യത്ത് അത്യാവശ്യം എല്ലാ ബാൽക്കൺസും ഉണ്ട്. ബാൽക്കൺസ് എന്ന് പറയുമ്പോൾ മസഡോണിയക്കാർ, സെർബിയൻസ്, ബോസ്നിയൻസ്, ഇവരൊക്കെ ഈ സ്ലൊവേനിയയിലുണ്ട് കേട്ടോ. അപ്പം സ്ലൊവേനിയൻസിനേക്കാൾ കൂടുതലും ബോസ്നിയൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഇവരൊക്കെ നമ്മളോട് വല്ലാത്തൊരു രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. അതായത് ലൈക്ക് എന്താ പറയുക, ചില സമയത്ത് അടിമകളെ പോലെ അങ്ങോട്ട് നമ്മുടെ അടുക്കെ പെരുമാറും. ദേഷ്യമൊക്കെ വന്നിട്ടുണ്ട്. നമ്മളൊക്കെ എന്താണ്, അവരൊക്കെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് ഫോൺ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇതായിട്ട് പെരുമാറുക, അങ്ങനെയൊക്കെ. പക്ഷെ എല്ലാവരും അങ്ങനെയാണെന്നല്ല കേട്ടോ. ചിലരൊക്കെ സ്ലൊവീനിയൻസ് കൂടുതൽ അങ്ങനെയല്ല. പക്ഷെ ഈ ബോസ്നിയൻസ്, സെർബിയൻസ് അവർ നോക്കുമ്പോൾ എന്താ, നമ്മളും അവരെ പോലെ വേറൊരു കൺട്രിയിൽ നിന്ന് വന്നേക്കുന്നു. പക്ഷെ യൂറോപ്യൻസ് അല്ല അങ്ങനത്തെ ഒരു ഇത്. ചിലരൊക്കെ നല്ല രീതിയിൽ നമ്മൾ പെരുമാറും. ചിലരൊക്കെ വലിയ എന്താണ് അത് ചെയ്യും ഇത് ചെയ്യും. ലൈക്ക് എന്താ പറയുക, നമ്മളെ കൊണ്ട് കഷ്ടപ്പെടുത്തിക്കും. നമ്മളെ കൊണ്ട് പറ്റാവുന്ന പണിയൊക്കെ അവരെടുപ്പിക്കും കേട്ടോ. അന്ന് ഞാൻ വന്നപ്പോൾ ഞാനാണെ 1 വർഷത്തേക്ക് ടാക്സ് റെസിഡന്റ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അന്നത്തെ 4 point സംതിങ്ങിനാണ് ഞാൻ അന്ന് പണിയെടുത്തോണ്ടിരുന്നത്. അത് ഞാൻ ടാക്സ് റെസിഡന്റ് അല്ലാഞ്ഞുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരു 6 something കിട്ടേണ്ടതാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞല്ലേ, ഞാൻ 3 വർഷമായി ഇവിടെ വന്നിട്ട്. ഇപ്പം ഇവിടുത്തെ സാലറി എന്ന് പറഞ്ഞാൽ 7.73 ആണ് ബേസിക് സാലറി. എനിക്ക് അതിനേക്കാൾ കൂടുതൽ പേയ്മെന്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ വർക്ക് ചെയ്യുന്നത് ഫുഡ് ബർഗർ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. എനിക്ക് അത്യാവശ്യം നല്ല പേയ്മെന്റ് ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ കഥ പറഞ്ഞില്ലല്ലോ. പിന്നെ ഞാൻ കയറിയത് അവിടെ നിന്ന് ഞാൻ ഇറങ്ങി. പിന്നെ ചുട്ടീസ് എന്ന് പറയുന്ന ഒരു തായ് റെസ്റ്റോറൻറ്റ് വർക്ക് ചെയ്തു. അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ആൾക്കാരായിരുന്നു കേട്ടോ. കാരണം അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഈ വിയറ്റ്നാമീസ് ഒക്കെയാണ്, പിന്നെ ഒരു സ്ലൊവീനിയൻ, പിന്നെ ബംഗ്ലാദേശിൽ നിന്നുള്ള ആൾക്കാർ, നേപ്പാളിൽ നിന്നുള്ള ആൾക്കാർ. അവർക്ക് തന്നെ നമ്മളോട് കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം നല്ല രീതിയിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് മാരിബോർ വേണമെന്ന് തോന്നിയപ്പം ഞാൻ തന്നെ സ്റ്റുഡൻറ് സ്കീ, നമുക്ക് മെയിനായിട്ട് ജോലി നോക്കാൻ പറ്റുന്നത് സ്റ്റുഡൻറ് സ്കീ ആണ് കേട്ടോ. അപ്പോൾ സ്റ്റുഡൻറ് സ്കീയിൽ ഞാൻ ജോലി തപ്പാൻ തുടങ്ങി. എനിക്ക് മാരിബോർ വെറുത്തു ഞാൻ, കാരണം എന്തോ മടുത്തായിരുന്നു. അങ്ങനെ ഞാൻ ലുബ്ലിയാനയിലേക്ക് ജോലി നോക്കി. ലുബ്ലിയാന എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ സിറ്റി ആട്ടോ, ഒരു മെയിൻ സിറ്റി. അപ്പം ലുബ്ലിയാനയിലേക്ക് നോക്കി. അപ്പോൾ സ്റ്റുഡൻസ്ക്ക് വേണ്ടി നോക്കിയപ്പോൾ എനിക്ക് മക്ഡൊണാൾഡ്സ് ഇവിടെ കുറേ ഉണ്ട്. ഇവിടുത്തെ കൂടുതൽ ഇന്ത്യൻസും വർക്ക് ചെയ്യുന്നത് മക്ഡൊണാൾഡ്സ്, KFCയിലൊക്കെ. അപ്പോൾ മക്ഡൊണാൾഡ്സിൽ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ അവരെന്നോട് ഇൻ്റർവ്യൂവിന് വരാൻ പറഞ്ഞു. അങ്ങനെ ഇൻ്റർവ്യൂവിന് വന്നു അവരെന്നോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞു നെക്സ്റ്റ് വീക്കിൽ തന്നെ. അങ്ങനെ ഞാൻ മാരിബോർ വിട്ട് ഫുള്ള് ലുബ്ലിയാനയിലേക്ക് വന്നു. മക്ഡൊണാൾഡ്സും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം നല്ല ജോലിയായിരുന്നു. നമ്മൾ ഫസ്റ്റ് വരുമ്പോൾ അവർ നമ്മളെ ലോബിയിലാണ് ഇടാറ്. അതായത് ടേബിൾ ക്ലീൻ ചെയ്യുക, ഫ്ലോർ ക്ലീൻ ചെയ്യുക, ട്രേ എടുക്കുക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലായിരുന്നു അവിടെ. എനിക്ക് അന്ന് എത്രയാണ് വന്ന സമയത്ത്, ലുബ്നാനയിലേക്ക് ഞാൻ വന്ന സമയത്ത് എനിക്ക് 7.73 അവർ പേ ചെയ്തു. പിന്നെ ഞാൻ ഇതേപോലെ ഞാൻ ഇപ്പം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ സ്റ്റുഡൻസ്ക്ക് വഴി തന്നെ കേട്ടോ അപ്ലൈ ചെയ്തത്. അത്
അതൊരു മഞ്ഞ് വീണ ദിവസം കേട്ടോ. അപ്പൊ എനിക്ക് ഭയങ്കര മടിയായിരുന്നു പോകാൻ. കാരണം മഗ്ഡിന്ന് ഞാൻ മാറാൻ കാര്യം അവിടെ എനിക്ക് എന്നും വർക്കില്ല. ആഴ്ചയിൽ 3 ദിവസമൊക്കെ വർക്കുള്ളൂ. കാരണം വിന്റർ സമയത്ത് ഇവിടെ വർക്ക് വളരെ കുറവാ. ഇപ്പൊ റെസ്റ്റോറന്റ് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം അവർക്ക് ശരിക്കും പറഞ്ഞാൽ സമ്മറിലാണ് ഇവിടെ സീസൺ വരുന്നത്. അപ്പം നമ്മളെ റെസ്റ്റോറൻറ്റുകാർ ഹയർ ചെയ്യും. അപ്പം വിന്റർ ആവുന്ന സമയത്ത് ഇവർ നമ്മളെ ചിലപ്പോൾ പറഞ്ഞു വിടും, അവേഴ്സ് കുറയ്ക്കും, ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ അവേഴ്സ് വരും. അങ്ങനെയൊക്കെ ആയപ്പം ഞാൻ സ്റ്റുഡൻസ് കീഴിൽ നോക്കിയപ്പോൾ എനിക്ക് ഇപ്പം വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂ കോൾ വന്നു. അങ്ങനെ ഞാൻ പോയി. അന്ന് മഞ്ഞ് വീണ ദിവസം. അപ്പം എനിക്ക് പോകാൻ ഭയങ്കര മടി. എന്നിട്ട് ഞാൻ പോയി കേട്ടോ. അന്ന് പോയില്ലായിരുന്നെ ഭയങ്കര നഷ്ടമായി പോയേനെ. കാരണം ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ കമ്പനി അവിടെ നമ്മൾ ഒത്തിരി മലയാളീസ് ഉണ്ട്. പിന്നെ അവിടുത്തെ ബോസുമാരായിക്കോട്ടെ, മാനേജേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും നല്ല എന്താണ് അവർ നല്ല ഇതാ. ഇന്ത്യക്കാരോട് ഭയങ്കര എന്താ പറയുക, അവർക്ക് ഒരിച്ചിരി റെസ്പെക്റ്റ് ഉണ്ട് ഇന്ത്യൻസിനെ. കാരണം അവർ പറയണത് നമ്മൾ സിക്ക് ലീവ് ഒന്നും അങ്ങനെ എടുക്കാറില്ല. സ്ലോവീനിയൻസിനെ വെച്ച് നോക്കുമ്പം നല്ല വർക്കേഴ്സാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. ശരിയാണ്, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും. കാരണം നമുക്കിവിടെ പിടിച്ചു തന്ന് വെക്കുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം വർക്ക് ചെയ്ത് അവരെ കാണിക്കും. അയ്യോ, അപ്പം ഇതൊക്കെയായിരുന്നു എൻ്റെ 3 വർഷത്തെ ഇവിടുത്തെ ഒരു ജേണി. ഇതിനിടയ്ക്ക് ഞാൻ കോളേജ് ചേഞ്ച് ചെയ്തു, സാസിലേക്ക് മാറി. ഫസ്റ്റ് ഇയർ ഒക്കെ അടിപൊളിയായിട്ട് പോയി. സെക്കൻഡ് ഇയർ കുറച്ച് ടഫായിരുന്നു. അപ്പം ഞാൻ ഇപ്പോൾ 4th സെമ്മായി. ഇനി എനിക്ക് ഒരു എക്സാമും തീസിസും മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ജേണി. പിന്നെ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങി ഇതിൻ്റെ ഇടയ്ക്ക്. അതും പകുതിക്ക് വെച്ച് നിർത്തി. എന്ന് തുടങ്ങിയതാ ഞാൻ. എനിക്ക് തോന്നുന്നു 2 വർഷത്തിന് മുകളിലായി ഞാൻ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട്. പക്ഷേ എങ്ങും എത്തിയിട്ടില്ല. ഇന്നും എങ്ങും എത്തിയിട്ടില്ല. ശരിക്കും സങ്കടമുണ്ട്. കണ്ടിന്യൂറ്റി ഉണ്ടായിരുന്നെ മേ ബി എവിടെയെങ്കിലുമൊക്കെ എത്തുമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ റേസിസം, അയ്യോ അത് പറയണം കേട്ടോ. നമുക്ക് കുറച്ച് നാൾ മുമ്പ് നമുക്ക് ഒരു ലുബ്നാനയിലെ മെയിൻ ഒരു കോർണർ ആട്ടോ ബവാസ്കി എന്ന് പറയണേ. ആ ബവാസ്കിയിൽ ഇങ്ങനെ ഇന്ത്യൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവരെ ഇരുട്ടടി തരിക, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അത് സ്ലോവീനിയൻസ് ആണെന്നൊന്നും പറയാൻ പറ്റൂല, ബോസ്നിയൻസ് ആണെന്നാണ് ആൾക്കാരൊക്കെ പറയണത്. പിന്നെ അവർക്കൊരു ഇൻസ്റ്റാഗ്രാം ഗ്രൂപ്പൊക്കെ ഉണ്ട്. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു. പിന്നെ അത് എംബസി വഴി പരാതിപ്പെട്ടപ്പോൾ ഇപ്പം പോലീസുകാർ ആ ഒരു കോർണറിൽ ഉണ്ടാവാറുണ്ട് എപ്പോഴും. പിന്നെ ഒന്നാമത്തെ കാര്യമായിട്ട് ഈ നോർത്ത് ഇന്ത്യൻസ് ഇവിടെ മലയാളീസ് എന്നല്ല, നോർത്ത് ഇന്ത്യൻസിന് നന്നായിട്ട് ഇത് ചെയ്യുന്നുണ്ട്. കാരണം നോർത്ത് ഇന്ത്യൻസ് ഇവിടെ വന്നിട്ട് ഇവരുടെ ഹോളി നടത്തുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടത്തുക പബ്ലിക്കായിട്ട്. അത് ഇന്ത്യൻസിനെ ഫുള്ളാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. നമ്മൾ മറ്റൊരു കൺട്രി വന്നു കഴിഞ്ഞാൽ അവരുടെ കൾച്ചർ റെസ്പെക്റ്റ് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും ആഘോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊരു റൂം എടുത്ത് നമ്മൾ ആഘോഷിക്കുക. നമ്മളിവിടെ മലയാളീസ് ഓണമൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്, ആർക്കും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാതെ. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം അതൊക്കെ കൊണ്ടാണല്ലോ ഇപ്പം ടെക്സാസിൽ മറ്റേ ഫിൻലൻഡിലൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരുന്നു ഇന്ത്യൻസിനെതിരായിട്ട്. എവിടെ നോക്കി ഭയങ്കര സൗണ്ട് ആയി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ റേസിസം ഞാൻ പറഞ്ഞല്ലോ. ഇങ്ങനെ പിന്നെന്താണ്, പൊതുവെ ഒരു അടിമ എന്നുള്ള രീതിയിൽ നമ്മളെ കാണാറുണ്ട് കേട്ടോ ഇവിടെ ഉള്ള ആൾക്കാര്. പക്ഷെ ഫസ്റ്റ് വന്നപ്പോ പോലൊന്നും അല്ല കേട്ടോ. ഇപ്പൊ ഞാൻ നല്ലത് പറയും. ഇവിടെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നിടത്ത് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ നമ്മളോട് ഇങ്ങനെ എന്താ പറയാ, ഒരു ബോസ് കളിക്കാൻ വരും. അത് പക്ഷെ സ്ലോവീനിയൻസ് അല്ല, പിന്നെ ബോസുമാരല്ല. അപ്പം ഞാൻ തിരിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ എൻ്റെ ഒരു ഇത് വെച്ചിട്ട്. ഇപ്പൊ തിരിച്ചു കൊടുക്കാറുണ്ട്. കാരണം ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു. കാരണം ഇങ്ങനെ പറയുന്ന കേട്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു തോന്നിയത് കൊണ്ട് ഞാൻ തിരിച്ചു പറയാറുണ്ട്. പിന്നെന്താ, ഒരു ബാഡ് എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായിട്ടില്ല. വർക്ക് ഇല്ലാതെ ഇരുന്നിട്ടില്ല, വർക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഇപ്പൊ വരുന്ന കുട്ടികൾക്ക് അത്യാവശ്യം വർക്കൊന്നും ഇല്ലാതെ വരുന്നുണ്ട്, പക്ഷെ സീനൊന്നുമില്ല. ഫിസിക്കൽ വർക്കൊക്കെ ഉണ്ടാവണുണ്ട്. അങ്ങനെ സർവൈവ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷെ ഇനി വരുന്നവർക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. കാരണം ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. ഇമിഗ്രൻസ് ഒരുപാടുണ്ട്, നേപ്പാളീസ് ഉണ്ട്, ബംഗ്ലാദേശികളുണ്ട്. കുട്ടി ഭയങ്കര കൊല്ല. അപ്പം എനിക്ക് ഇനി അറിയില്ല ഇവിടെ ഒരു ജോലി കിട്ടുമോ, പാർട്ട് ടൈം ചെയ്ത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുമോ ഇനി വരുന്നവർക്കെന്ന്. അതിപ്പോൾ കണ്ടറിയാനേ പറ്റുള്ളൂ. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഈ കേരളത്തിന്റെ അത്രയും പോലും ഇല്ലാത്ത ഒരു കുഞ്ഞു കൺട്രി സ്ലോവേനിയ. അപ്പം അവിടെ ഇത്രയും ആൾക്കാർ വന്ന് നിറയുമ്പം ജോബിന്റെ ആ ഒരു ഓപ്പർച്യൂണിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുക. നമുക്ക് വേറെ വീഡിയോയിൽ സംസാരിക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു പട്ടി ഭയങ്കര ശല്യം.
അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഈ വർഷം എനിക്കൊരു 5K സബ്സ്ക്രൈബേഴ്സ് എങ്കിലും ആക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ എത്തുകയുള്ളൂ. ബൈ ബൈ.